പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിനേവരെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവമക്കളായ ദൈവത്തിന്റെ ജനമായ നാം ഓരോരുത്തരും ദൈവത്തിന് വിശുദ്ധ ജനമായിരിക്കണം, വിശുദ്ധരായിരിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു കർത്താവ് നമുക്ക് വചനം നൽകിയിരിക്കുന്നു. ആ വചനത്താൽ നമുക്ക് നാം ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും വിശുദ്ധി വേർപാടും പാലിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരാ വിശുദ്ധ ജനമായി നമുക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് യേശു കർത്താവ് ഇവിടെ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് ഇൻ ഇംഗ്ലീഷ് John chapter 17 verse 16 to 19. They are not of the world, even as I am not of it. Sanctify them by the truth. Your word is true. As you sent me into the world, I have sent them into the world. For them I sanctify myself, that they too may be truly sanctified. Hallelujah. അപ്പോൾ 14-ാം വചനത്തിലും യേശു കർത്താവ് ഇത് തന്നെയാ പറയുന്നത്. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായത് കൊണ്ട് ലോകം അവരെ പകച്ചു. സോ വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകത്തിനുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെയാ നാം ദൈവത്തിനുള്ളവരായി തന്നെ നമുക്ക് ജീവിക്കുവാനിടയായി തീരുക? ദൈവം നമുക്ക് തന്റെ വചനം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം നാം കടന്ന് കാണേണ്ടതിന് കടലിനപ്പുറമോ ഇക്കരയോ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ആകാശത്തുമല്ല. ആവർത്തന പുസ്തകത്തിലെ വ്യക്തമായി വായിക്കുന്ന വചനം ദൈവം നമ്മുടെ ആദരത്തിലും നമ്മുടെ ഹൃദയത്തിലും നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവവചനത്തെ നാം വായിക്കുകയും നമ്മുടെ വായി കൊണ്ട് അത് പറയുകയും ഉരുവിടുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നാം എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 16-ാം വചനം മുതൽ യേശു കർത്താവ് വീണ്ടും പറയുന്നു, ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവർ ലൗകികന്മാരല്ല. പ്രിയ മക്കളെ, യേശുവിന്റെ മക്കളാൽ യേശുവിനെ പിൻഗമിക്കുന്ന, അവൻ ക്രിസ്തു പാതയെ പിന്തുടരുന്ന, ക്രിസ്തു എന്ന മാർഗത്തെ പിന്തുടരുന്ന നാം ഓരോരുത്തരും ഈ ലോകത്തിലുള്ളവരല്ല. നമ്മുടെ പൗരത്വം ഇവിടെയല്ല. നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ തന്നെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ഈ ലോകത്തിലുള്ളവരല്ല. വി ആർ നോട്ട് ഓഫ് ദി വേൾഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിലുള്ളവരാണ്. ആ ഉറപ്പോടുകൂടിയാണ്, ആ ഒരു സെപ്പറേഷനോടുകൂടിയാണ് നാം ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? സത്യം, ട്രൂത്ത്. എന്താണ് ഈ ട്രൂത്ത്? വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നാം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിനധികമായി ഈ ലോകത്ത് നാം എങ്ങനെയാണ് വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കേണ്ടതെന്ന് വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവവചനത്തിൽ നാം വായിക്കണം. വെറുതെ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ എല്ലാവരും വായിക്കുന്നുണ്ട്. എല്ലാ മതസ്ഥരും ബൈബിൾ വായിക്കുന്നുണ്ട്, പണ്ഡിതന്മാർ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഗുരുക്കന്മാരൊക്കെ വചനം വായിക്കുന്നുണ്ട്. അവർ വായിച്ച് പല കഥകൾ, പല മോറൽ തോട്ട്സ് ഒക്കെ അവർക്ക് ഇടന്ന് ലഭിക്കും. ആർക്കായിരുന്നാലും വചനം വായിക്കുമ്പോൾ അതിന് നോളജ് തന്നെയാണ്. എന്നാൽ അങ്ങനെയല്ല നാം വായിക്കേണ്ടത്. യഥാർത്ഥമായി ലോകത്ത് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ദൈവമക്കൾ വചനം വായിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വായിക്കുകയാണെങ്കിൽ ഏത് ആത്മാവിനാൽ വചനം എഴുതപ്പെട്ടു അതേ ആത്മാവ് നമ്മോട് സംസാരിക്കും, വ്യക്തമായി നമ്മോട് ഇടപെടും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ മറുപടി ഈ വചനത്തിൽ തന്നെ നമുക്ക് തന്നെ കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ ഇടയായി തീരും. അപ്പോ സ്തോത്രം.
അടുത്തു പറയുന്നു, വചനം സത്യമാകുന്നു. വചനമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കേണ്ടതിന്. അത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രൈസലോ. അടുത്ത, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അത് യേശുക്രിസ്തു വിശുദ്ധനായിരുന്നു. പ്രൈസലോ. പാപപ്പെടുകയും മറ്റെല്ലാ കാര്യത്തിലും നമ്മെ പോലെ സ്തോത്ര വേദനയും കഷ്ടപ്പാടുകളും യേശു സഹിച്ചുവെങ്കിലും വിശുദ്ധിയിൽ ഭയങ്കരനായിരുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്ക് വേണ്ടി വിശുദ്ധീകരിച്ചത് നാമും ആ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. നാം സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിനാണ്. ആയതിനാൽ ഈ നാളുകൾ വിശുദ്ധീകരണം കൂടാതെ നമുക്ക് ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ദൈവ വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായി തന്നെ ഇരിക്കണം. പ്രൈസലോ. യാതൊരു അശുദ്ധർക്കും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. നാം നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ കണ്ണിനും തോന്നുന്ന ചെറിയ ചെറിയ അശുദ്ധികൾ ദൈവത്തിന് മുമ്പാകെ അത് വലിയ പാപങ്ങളാണ്. പ്രൈസലോ. നാം മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ വലിയ അശുദ്ധികളാണ്. ഈ നാളിൽ നമ്മെ തന്നെ ദൈവകരം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയോടും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടും ഈ സത്യമായി വേദപുസ്തകത്തിന്റെ നദികളായി വായിക്കുക. ഈ വചനം വായിച്ച് ലോകത്തിൽ വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ച്, നാം ലോകത്തിലുള്ളവരല്ല, ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. 15-ാം വചനത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ദൈവമക്കളായി തീരുമ്പോൾ നമ്മെ ഉടനെ ലോകത്തിന്റെ സ്വർഗത്തിലേക്ക് എടുക്കുന്നില്ല. ദൈവം ലോകത്തിൽ തന്നെയാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. വിശുദ്ധരായി, നിഷ്കളങ്കരായി, കരകളങ്ങ മാലിന്യങ്ങളൊന്നുമില്ലാതെ നാം ജീവിക്കണം. വിശുദ്ധരായി, വേർപെട്ടവരായി ജീവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. ദൈവവചനം അധികമായി വായിക്കുക, വചനത്താൽ വിശുദ്ധീകരണം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരും സഹായിക്കുന്നവരാകട്ടെ. അവൻ വെറുതെ ഒരു വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് വേണ്ടി വാഗ്ദത്ത വചനങ്ങൾ മാത്രമല്ല വായിക്കേണ്ടത്, ലോകസൗഖ്യത്തിന് വേണ്ടി ആ വചനങ്ങൾ മാത്രമല്ല, സ്വർഗരാജ്യത്തിൽ പോകണം എന്നുള്ള ബോധ്യമുള്ളവർ ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകങ്ങൾ, അതുപോലെ എല്ലാ പുസ്തകങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വായിച്ച് പഠിച്ച് ധ്യാനിക്കുക. വചനത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇടയായി തീരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്ത് വിശുദ്ധിയോടെ ജീവിക്കാൻ വരവിനായി ഒരു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേതാതാക്കും ഞങ്ങളെ ലോകത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. ഞങ്ങൾ ലോകത്തിലുള്ളവരല്ല. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് വചനം വായിച്ചു ധ്യാനിച്ച് വചനത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച കർത്താവേ, അങ്ങനെ സന്തുജനങ്ങളാൽ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നവരെ വരവേണ്ട സമയത്തൊന്നും അറിയുന്നില്ല. വിശുദ്ധിയിൽ ഭയങ്കരനായ കർത്താവിനെ വിശുദ്ധിയോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ സർവീതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന മനസ്സ് ഒരിക്കലും ആന്തരപ്പെട്ട് ഒന്നുകൂടെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ സമർപ്പിക്കുന്നത്. വചനം കേട്ടനുസരിച്ച് വചനപ്രകാരം ജീവിക്കാൻ, വചനത്തിൽ നിലനിൽക്കാൻ സഹായിക്കണമേ. അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. താഴ്ത്തിനെ സമർപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. May God bless you all.